കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അങ്കിളാണല്ലോ. എന്താ അങ്കിളെ? മോനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ മോൾക്ക് നല്ലതുപോലെ ധൈര്യം കൊടുത്തിട്ടുണ്ട്. മോൻ പെട്ടെന്നൊന്ന് വരണം. ഒരു 10 മിനിറ്റ്. ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങും. അതിനകം ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. അങ്കിൾ പേടിക്കണ്ട, ഇന്ന് അവൻ വരില്ല. അതിനുള്ള പരിപാടികളൊക്കെ ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അങ്കിള് പ്രിയോട് സമയത്ത് റെഡിയായിരിക്കാൻ പറ. ശരി മോനെ. ആരാ നോക്ക്. കമ്മീഷണർ സാറേ. എന്തോ വലത്താൻ വിളിക്കുകയാണ് ഈ സമയത്ത്. എന്തെങ്കിലും ഉടങ്കല്ലി വർത്താനം പറയാനാ? എടുക്കാം. ഹലോ സാറേ. അവിനാഷ്, ഞാൻ തന്നെ വിളിച്ചതേ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം പറയാനാ. എന്തായിരുന്നു സാർ? എന്തു പറ്റി? തന്റെ സ്റ്റേഷൻ പരിധിയിൽ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്. എന്തായിരുന്നു സാർ? എന്ത് സംഭവിച്ചെന്ന് സാർ പറയുന്നത്? ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട് തന്റെ സ്റ്റേഷൻ പരിധിയിൽ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. സംഭവിച്ചിട്ട് ഏതാണ്ട് അരമണിക്കൂറായിട്ടുള്ളൂ. പക്ഷേ അതിനകം സംഭവം മുകളിൽ അറിഞ്ഞു കഴിഞ്ഞു. താനിപ്പോ എവിടെയാ? സ്റ്റേഷനിലാണോ? അല്ല സാർ, ഞാൻ എൻ്റെ റൂമിലാ. എന്നാൽ താൻ പെട്ടെന്ന് റെഡിയായി സ്റ്റേഷനിലേക്ക് വാ, ഞാനും അങ്ങോട്ട് വരാം. അല്ല സാർ, ഞാൻ വേറൊരു സ്ഥലം വരെ പോകാൻ റെഡിയായിരിക്കുകയായിരുന്നു. നോ, ഇപ്പൊ തന്നെ എവിടേക്കും പോണ്ട. ചാനലുകാരും പത്രക്കാരും ഒക്കെ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ചെന്നില്ലെങ്കിൽ സംഗതിയായ കുഴയും. താൻ വേഗം വാ. ഓക്കേ. തൊലഞ്ഞ് ആ ചെറ്റയ്ക്ക് കൊല്ലാൻ കണ്ട സമയം. സാറേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഓ, നീയിപ്പോൾ എന്താ ചെയ്യാനാ? ഒരു കാര്യം ചെയ്യാം. ആദ്യം സ്റ്റേഷനിൽ പോയി അയാളെ കാണാം. എന്നിട്ട് അവിടുന്ന് പ്രിയയെ കാണാം. അല്ലെങ്കിൽ അയാളെ എനിക്കിട്ട് പണി. സാറേ, സാംസനാ. ഹലോ സാംസ, ഞാനിവിടെ സാറിൻ്റെ അടുത്താ. പറയാം, ഒരു മിനിറ്റ്. സാറേ, അവൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. സാധനം അവൻ്റെ കയ്യിലുണ്ട്. ഒരു കാര്യം ചെയ്യും, നീ ഇത് പോയി വാങ്ങിക്കേ. ഞാൻ നിന്നെ വിളിച്ചോളാം. ലഞ്ചില്ലേ? ശരി സാംസ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടേ. ശരി സാറേ, എന്നാൽ ഞാൻ പോയിട്ട് വരാം. എന്തായാടോ? നമ്മുടെ ഭാഗ്യത്തിന് അവിനാഷിന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു ചെറിയ സംഭവം നടന്നിട്ടുണ്ട്. ഞാനതൊന്ന് പെരിപ്പിച്ച് പറഞ്ഞ് അവനോട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവൻ എന്തായാലും ഇപ്പൊ സ്റ്റേഷനിലെത്തും. അവനോട് എത്തിയ പിന്നെ ഇന്ന് മുഴുവൻ ആ കേസിൽ അവനെയും കൂട്ടിക്കൊണ്ട് പോകും ഞാൻ. നിശ്ചയത്തിന്റെ സമയത്ത് അവൻ ആ പരിസരത്ത് പോലും വരില്ല. എസ് പിയോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് തന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. ഐ എം സോറി. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. താനൊന്ന് പോടോ. ഇതൊക്കെ എൻ്റെ ഒരു പ്രിവിലേജ് അല്ലേ? തനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തു തരാൻ കഴിയുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം, അതേ ഉള്ളൂ. എന്തെല്ലാം വരട്ടെ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. താൻ പോയി ധൈര്യമായിട്ട് നിശ്ചയത്തിനുള്ള ഏർപ്പാട് ചെയ്യും. അവൻ വരില്ല. ഓക്കെ? ഓക്കെ, താങ്ക് യു.
എന്താ സാർ വരാൻ പറഞ്ഞേ? ആ, ഞാൻ വൈഫ് ഹൗസ് വരെ ഒന്ന് പോവാ, പ്രിയയുടെ എൻഗേജ്മെന്റിന്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ താൻ ഭംഗിയായി നോക്കിക്കോണം. ശരി സാർ. ദാ ഇത് കൊണ്ടുവന്ന് ഫിനാൻസിൽ കൊടുത്തേക്ക്. ഓക്കെ സാർ. ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ശരി. ഇത് അവിനാശിന്റെ നമ്പറാണല്ലോ. അവൻ സ്റ്റേഷനിലേക്ക് പോയില്ലേ? അതോ അവിടെ ചെന്ന് കയറി അവൻ പെട്ടോ? കമ്മീഷണർ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കില്ല. ഹലോ. ഹലോ DK. മനുഷ്യർക്ക് കുറച്ചൊക്കെ അതിബുദ്ധിയാവാം, പക്ഷേ അത് ഒരുപാടങ്ങാവാൻ പാടില്ല. പെട്ടെന്ന് അങ്ങ് കണ്ടുപിടിക്കപ്പെടും. കമ്മീഷണറെ കൊണ്ട് എന്നെ അങ്ങ് സ്റ്റേഷനിൽ തളച്ചിടാന്നുള്ള നിങ്ങളുടെ ഉദ്ദേശം ഉണ്ടല്ലോ, അത് നടക്കില്ല എന്ന്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ DK? നിന്നെ ഒന്ന് ഫുൾ ടൈം അവിടെ തളച്ചിടാനൊന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. പക്ഷേ നിശ്ചയത്തിന്റെ സമയത്ത് നിന്നെ അവിടെ തളച്ചിടാമെന്ന് കമ്മീഷൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അത് നടക്കാൻ പോകുന്നില്ല DK. ഞാൻ സ്റ്റേഷനിലേക്ക് പോയാലല്ലേ എന്നെ അവിടെ തളച്ചിടൂ. ആ തന്ത്രം പാളി. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. നേരത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്തിരി വൈകിയതുകൊണ്ട് ഞാൻ സ്റ്റേഷനിൽ ചെല്ലാമെന്ന് കമ്മീഷനോട് സമ്മതിച്ചായിരുന്നു. പക്ഷേ ഞാൻ അന്വേഷിച്ചു. കമ്മീഷണർ പറഞ്ഞ അത്ര വലിയ ഹൈപ്പൊന്നും ഇന്ന് പറഞ്ഞ കൊലപാതകത്തിന് ഇല്ല. മാത്രമല്ല അത് ഇന്ന് നടന്നതല്ല. അതൊക്കെ കഴിഞ്ഞിട്ട് 3-4 ദിവസമായി. അരമണിക്കൂറേ ആയുള്ളൂ എന്നും പറഞ്ഞ് കമ്മീഷണറിനെ ചാട്ടേ കയറ്റിയാന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം DK. എന്നെ ഒഴിവാക്കി പ്രിയയുടെ നിശ്ചയം നടത്തുന്നത് എനിക്കൊന്ന് കാണണം. നമ്മളത് കാണാൻ പോവാ. കാണാം. എന്തായാലും നിങ്ങൾ കമ്മീഷനെ കൊണ്ട് പാടുപെട്ടെന്നെ വിളിപ്പിച്ചതല്ലേ. ഞാൻ എന്തായാലും നേരെ അങ്ങ് സ്റ്റേഷനിൽ പോയി കമ്മീഷനെ കണ്ടിട്ട് അടുത്ത വണ്ടിക്ക് അങ്ങ് സരോവരത്തെത്തിക്കോളാം. ആ പിന്നെ നിശ്ചയത്തിന് കൃത്യമുഹൂർത്തത്തില് ഞാൻ എത്തിയിരിക്കും DK. താങ്ക് യു DK. മന്ത്രവാദം പുല്ല്. ഒരൊറ്റുകാരൻ കമ്മീഷണർ നടത്തും. അത് നടത്തും. അച്ഛാ. അല്ല, മോളിങ് എത്തിയോ? ആഹാ, എന്തോ ഇതൊക്കെ? കുറച്ച് ഫ്രൂട്ട്സും പലഹാരങ്ങളും. മമ്മി ഇതൊന്ന് അകത്തേക്ക് വെച്ചേ. എന്തിനാ മോളെ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നത്? ആവശ്യത്തിനുള്ള അച്ഛൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അച്ഛൻ വാങ്ങിച്ചത് അച്ഛന്റെ കടമ, ഞാൻ വാങ്ങിച്ചത് എന്റെ കടമ. ഓ ഓ ഓ. പിന്നെ അവര് വിളിച്ചായിരുന്നു അച്ഛാ? അവര് വിളിച്ചു, അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എത്തും. ചിത്രാണല്ലോ. ഹലോ ചിത്ര. എന്ത് വന്നാലും പ്രിയയോട് ധൈര്യമായിട്ട് നേരിടാൻ പറയാനാ ഞാൻ വിളിച്ചത്. നീ അതൊന്നും പേടിക്കേണ്ട ചിത്ര. ഇന്നിനി ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. എന്താന്ന് വെച്ചാ അത് ഏട്ടൻ നോക്കിക്കോളൂന്നേ. എന്റെ ആങ്ങളയുടെ സ്വഭാവം എനിക്ക് അറിയാവുന്നോണ്ട് പറയാ. മുറിച്ചിട്ടാലും വീണ്ടും മുറി ഒരുമിച്ച് കൂടി വരുന്നേനോ. അതുകൊണ്ട് സൂക്ഷിക്കണം. എങ്ങനെയെങ്കിലും നിശ്ചയം കൊളമാക്കാൻ അവൻ അവിടെ എത്തിയ അവനെ തടയാൻ ആർക്കും പറ്റിയെന്ന് വരില്ല. നീ വിഷമിക്കേണ്ട ചിത്ര. നീ വരില്ലേ നിശ്ചയത്തിന്? ഞാൻ വരും ജ്യോതി. വീട്ടിൽ ചെന്ന് അവരെയും കൂട്ടി ഞാൻ വേഗം എത്തും. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ. ഇല്ല, ശരി എന്നാ. ചിത്രയെ വിളിച്ചത്. അവൾക്ക് ആകെ ഒരു ടെൻഷൻ പോലെ. പാവം കുട്ടി. ഇത്രയും ക്രൂരനായ ഒരുത്തൻ അവളുടെ സഹോദരനായി ജനിച്ചു പോയതാ അവളുടെ നിർഭാഗ്യം. ചിത്ര നല്ല കുട്ടിയാ. എല്ലാരോടും നല്ല ആത്മാർത്ഥതയുണ്ട്. പിന്നെ അവരൊക്കെ വരില്ലേ മോളെ? പിന്നെ അവര് സമയത്തിന് മുമ്പ് ഇങ്ങ് എത്തും മമ്മി. അല്ല പ്രിയ എന്തേ? അകത്തുണ്ട്. അവൾ ഒരുങ്ങ. നീ ഇങ്ങോട്ട് ചെല്ലേ. ചെല്ലുമോ? ഞാൻ ചെല്ലേ.
അവിനാഷ് ഇവിടെ ഇല്ലേ? ഇതുവരെ എത്തിയില്ല സാർ. അയാളെ ഞാൻ വിളിച്ച് ഇൻഫോം ചെയ്താണല്ലോ. താനൊന്ന് അയാളെ വിളിച്ചു നോക്ക്. ശരി സാർ. സാർ, അയാളുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഛേ, താനൊരു കാര്യം ചെയ്യും, ഒരു കോൺസ്റ്റബിളിനെ അയാളുടെ താമസ സ്ഥലത്തേക്ക് വിട്ട് വിളിച്ചോണ്ട് വാ അവനെ. വേഗം വേണം. ശരി സാർ. പിന്നെ എന്നെ വന്ന് കണ്ടിട്ടേ അയാളോട് മറ്റെവിടെയെങ്കിലും പോവാവോ എന്ന് പ്രത്യേകം പറയണം. സാർ. താൻ പോയി ഒന്ന് അന്വേഷിക്കടോ. ചെല്ലേ. സർ. നീ എന്താ ഈ വഴിക്ക്? അത് പിന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാ. അല്ല, എന്നിട്ട് പ്രസാദ് എവിടെ? അയ്യോ, ഞാൻ പ്രസാദ് അവിടെ വെച്ച് മറന്നുപോയി. ബാലു എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ അമ്പലത്തിൽ പോയത് വിശ്വാസമില്ല. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആ, നീ വേഗം വന്നേ, നമുക്ക് നിശ്ചയത്തിന് പോണ്ടേ? അല്ല, ബാലു എവിടെ പോയതാ? ഈ വഴിക്ക് എന്തിനാ വന്നേ? ഞാൻ നിന്നെ കാണാത്തോണ്ട് അന്വേഷിച്ചു വന്നല്ലേ. ആ, നീ സംസാരിക്കാതെ വന്നേ, അവിടെ എല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. വാ. മോളെ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ. ദേ, ഇന്നത്തെ ദിവസമെങ്കിലും ഒന്ന് സന്തോഷമായിട്ടിരുന്നൂടെ? ഞാൻ എങ്ങനെ സന്തോഷിക്കും ചേച്ചി? ഓർക്കുമ്പോ ഒരു സമാധാനവും ഇല്ല. ഏത് നിമിഷത്തിൽ അവൻ വന്ന് ബഹളം ഉണ്ടാക്കുന്നെന്ന് പോലും അറിയാൻ പറ്റില്ല. നീ അതൊന്നും ആലോചിച്ചിപ്പ ടെൻഷൻ അടിക്കണ്ട. ദേ, അതൊക്കെ ഏട്ടൻ നോക്കിക്കോളും. കഴിഞ്ഞ അനുഭവം മുന്നിലുള്ളതുകൊണ്ട് ഏട്ടൻ നല്ല കരുതലെടുക്കുന്നുണ്ട്. ഒരു കാര്യം നീ ഉറപ്പിച്ചോ, എന്ത് വന്നാലും ഇന്ന് ഈ കല്യാണ നിശ്ചയം ഭംഗിയായിട്ട് നമ്മൾ നടത്തും. ആരും ഒരു ശല്യത്തിനും വരില്ല. ചേച്ചിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടോ? ഉറപ്പാ. അതെന്താ അത്രയ്ക്ക് ഉറപ്പ്? എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വാസം. ആഹാ, നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കണോ? അവരിപ്പോ വരും. എന്താ ഏട്ടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? എന്ത് കുഴപ്പമുണ്ടാവാൻ? നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇന്ന് വിവാഹ നിശ്ചയം നടക്കുമ്പോ ഈ വീടിന്റെ 7 അയലത്ത് പോലും അവൻ വരില്ല. നിനക്ക് ഞാൻ ആ ഉറപ്പ് തന്നാ പോരെ? മതി. ഹലോ, എന്തായി? ഹലോ, അവിനാഷ് ഇതുവരെ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. ഞാൻ സ്റ്റേഷനിൽ ഒരാളെ അങ്ങോട്ട് അയച്ചിരുന്നു. പക്ഷേ വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്നാ പറയുന്നത്. താനൊന്ന് സൂക്ഷിക്കണം. ചിലപ്പോ അവൻ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോ തന്റെ പ്ലാൻ വർക്കൗട്ട് ആവില്ലല്ലേ? അവന് കാര്യം മനസ്സിലായി കാണും. ഞാനിങ്ങോട്ട് വന്നത് അവൻ ഇവിടെ തളച്ചിടാനാണെന്ന് അവന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാ അവൻ എന്റെ മുന്നിൽ വരാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നത്. വേണമെങ്കിൽ പ്രൊട്ടക്ഷന് 2-3 കോൺസ്റ്റബിളിനെ അങ്ങോട്ട് അയക്കാം. വേണ്ട, അതിന്റെ ആവശ്യമില്ല. തനിക്കറിയില്ലേ, എനിക്കുള്ള പ്രൊട്ടക്ഷൻ ഞാൻ തന്നെയാ. വിവാഹ നിശ്ചയത്തിന്റെ ഇടയിൽ അവൻ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ശരി, ഓക്കെ. എന്താ ഏട്ടാ, എന്തു പറ്റി? കമ്മീഷണറും ഞാനും കൂടെ നേരത്തെ പ്ലാൻ ചെയ്ത പദ്ധതി അനുസരിച്ച് കമ്മീഷണർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിനാഷ് താമസ സ്ഥലത്തില്ല എന്നാ കമ്മീഷണർ പറയുന്നത്. അയാള് പിന്നെ എവിടെ പോയി? അതറിയില്ല. മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്നാ പറഞ്ഞത്. എന്റെ ദൈവമേ, എനിക്ക് പേടിയാവുന്നേട്ടാ. അയാള് വരും,
അയാൾ കുഴപ്പമുണ്ടാക്കും. മോള് പേടിക്കണ്ട, അവൻ വരട്ടെ. കുഴപ്പമുണ്ടാക്കാനാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ അവൻ ഇവിടെ വന്ന് എല്ലാവരുടെയും മുമ്പിൽ കുഴപ്പമുണ്ടാക്കട്ടെ. എന്താ വേണ്ടെന്ന് നമുക്ക് അപ്പം ആലോചിക്കാം. എന്തായാലും ഇതിൽ നിന്ന് പേടിച്ച് പിന്മാറാൻ നമ്മളില്ല. ഏട്ടനല്ലേ കൂടെ നിൽക്കുന്നത്, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? ഏട്ടാ, എനിക്ക് അവിനാശിനെ നന്നായിട്ട് അറിയാം. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ എത്രയോ മടങ്ങ് വേഗത്തിൽ ചിന്തിക്കുന്നവന് അവിനാശ്. അതും ഒരിക്കലും നല്ല വഴിയിലും അയാൾ ചിന്തിക്കില്ല. ഈ നിശ്ചയം എങ്ങനെ മുടക്കാന്ന് അയാൾ ഇന്നലെ തന്നെ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും. അവൻ ആലോചിക്കട്ടെ. അവനെ പോലെ തന്നെ ആലോചിക്കാനുള്ള സ്വാതന്ത്ര്യ അവകാശവും നമുക്കുണ്ടല്ലോ. അവൻ വരാതിരിക്കാനും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനുമുള്ള വഴികൾ നമുക്കും ആലോചിക്കാം. എന്തായാലും മോളിപ്പോൾ ധൈര്യമായിട്ട് ചടങ്ങിന് റെഡിയായിക്കൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഏട്ടനിങ്ങ് വന്നല്ലോ, ഇനി എൻ്റെ മോള് പേടിക്കണ്ട. അവൻ വരില്ല, എനിക്ക് ഉറപ്പാ. ഇങ്ങനൊരു ചടങ്ങിന് അകത്ത് കയറി വന്ന് ബഹളം ഉണ്ടാക്കാനുള്ള ധൈര്യമൊന്നും അവൻ കാണിക്കില്ല. ആര് പറഞ്ഞു ചേച്ചി? ഇവിടേക്കെന്നല്ല, എവിടേക്കായാലും അവൻ കയറി വരും. ഈ നിശ്ചയം ഇപ്പൊ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ ചേച്ചി? പിന്നെ എപ്പം നടത്താനാ നിന്റെ പ്ലാൻ? ദിപ്രിയ, ഓരോന്നിനും ഓരോ സമയമുണ്ട്. അതതിന്റെ സമയത്ത് നടന്നേ തീരൂ. ഇത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നടക്കേണ്ടത് ഇപ്പോഴാ. മറ്റൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട. ഏട്ടനും ഞങ്ങളും എല്ലാവരും നിന്റെ കൂടെയില്ലേ? ഒരാൾക്കും നിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. നിന്റെ വിവാഹ നിശ്ചയം ഗംഭീരമായിട്ട് ഞങ്ങൾ നടത്തും. പോരെ? താരേ, നീ എന്ത് പണിയടി കാണിച്ചു വെച്ചേക്കുന്നത്? എന്താ നീ എന്തിനാ ഇത്രയും പൗഡറൊക്കെ വാരി പൂശിയിരിക്കുന്നത്? കൂടിപ്പോയോ ഗോകുലേട്ടാ? കുടഞ്ഞിട്ടപ്പോഴേ കുറച്ച് അധികമായി പോയതാ. എന്നാ പിന്നെ മുഖത്തിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി പൊന്നും കുടത്തിന് എന്തിനടി പൊട്ട്? ഇങ്ങോട്ട് നിനക്ക് ഇപ്പൊ തന്നെ നല്ല വെളുപ്പുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ ഈ പൗഡറിന്റെ ആവശ്യം? മേക്കപ്പ് ഒന്നും ഇല്ലാതെ തന്നെ എന്റെ കുട്ടി സുന്ദരിയാ. ഇപ്പോഴെങ്കിലും സത്യം തുറന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ആണുങ്ങൾ ഇങ്ങനെയാ, എല്ലാം താമസിച്ചേ പറയൂ. നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ? റെഡി ആയി കഴിഞ്ഞു. എന്നാ പിന്നെ ഇറങ്ങാൻ വാ. ചേട്ടൻ താഴെ വെയിറ്റ് ചെയ്യാം. അപ്പൊ മായേച്ചിയോ? മായേച്ചി വരുന്നില്ല എന്ന് അമ്മയ്ക്ക് കൂട്ടിരിക്കാ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് പോയിട്ട് വരാം. വാ വാ. അവിനാശ്, ഇനി ഇത് മുടക്കാനെങ്ങാനും വരുമോ? ഏയ്, വന്നാൽ അവന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനവും. നമ്മളെ കടന്ന് അവൻ ഒരു ചുക്കും ചെയ്യില്ല. നിങ്ങൾ വാ. പിള്ളേ അവിടെ ഇതൊന്നും വിരിച്ചിട്ട് ഇനി ഞാൻ നേരി അങ്കിളെ. അങ്കിളെ, സമയമായോ? സമയമായി വരുന്നു. തിരിയൊന്നും തെളിച്ചോ ചെറുപിള്ളേ? ഉണ്ടല്ലോ. എല്ലാവരും എത്തിയോ? നിങ്ങൾ എത്തിയോ? വാ 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 വാ. അല്ല, കല്യാണ പെണ്ണ് എവിടെ? രണ്ടുപേരും മേലുണ്ട്. നിങ്ങൾ അങ്ങോട്ടിയല്ലേ? ശരി. എന്തൊക്കെയാണ്?
ആ സുഖം. ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്നില്ലേ? നന്നായിട്ട് പോകുന്നു. സുധാകരനാരെ ഒരു മിനിറ്റ്. അത്യാവശ്യം വേണ്ടതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അങ്ങനെ മതി. ഡി കെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? അല്ല, അവൻ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ? ഡിക്ക് ഒന്നും കൊണ്ട് പേടിക്കണ്ട. അവൻ ഈ പടി കടന്നു വന്നാ അടിച്ചവന്റെ കയ്യും കാലും ഒടിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഞങ്ങളും രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുന്ന. അതൊന്നും വേണ്ട. അല്ലാതെ തന്നെ അവനെ പൂട്ടാനുള്ള വഴിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കടന്ന് ഇവിടെ വരാനുള്ള ധൈര്യമൊന്നും അവൻ കാണിക്കില്ല. ആ ഒരു മിനിറ്റേ. ഹലോ, എന്തായി? അവിനാഷിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. അയാളെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല. സൈബർ സെല്ലിൽ വിളിച്ച് അയാളെ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഡി കെ, ഞാൻ കുറച്ച് പോലീസുകാരെ അങ്ങോട്ട് അയക്കാം. താൻ ഈഗോ എന്ന് വിചാരിക്കണ്ട. അവരവിടെ ഉള്ളത് നല്ലതാ. ഏയ്, അതൊന്നും വേണ്ടടോ. പോലീസ് പ്രൊട്ടക്ഷനിൽ വിവാഹ നിശ്ചയം നടത്തേണ്ട കാര്യമൊന്നും തൽക്കാലമില്ല. അവനോട് വരില്ല, അതെനിക്ക് ഉറപ്പാ. എന്തായാലും അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ അതെന്നെ അറിയിക്കേ. ഓക്കെ ഓക്കെ. എന്താ അവന് എന്തു പറ്റി? അവനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അവൻ ഇതുവരെ സ്റ്റേഷനിലെത്തിയിട്ടില്ല. അവൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കമ്മീഷണർ അവനെ വെയിറ്റ് ചെയ്ത് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. അവൻ എന്തെങ്കിലും അതിബുദ്ധി കാണിക്കും മോനെ. അവൻ അത്രയ്ക്ക് ബുദ്ധിമാനാ. അങ്കിള് പേടിക്കണ്ട. ഇന്നത്തെ ദിവസം അവൻ ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അവനെ ഞങ്ങൾ തവിട് പൊടിയാക്കും. അങ്കിളെ, അങ്കിൾ എന്തിനാ പേടിക്കുന്നത്? ഡി കെയുടെ സൈന്യം ഇവിടെ നിൽക്കല്ലേ? ഡി കെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അവനെ എപ്പോ പഞ്ഞിക്കിട്ട് കടലിൽ ഒഴിക്കുന്നത് ചോദിച്ചാൽ മതി. ജയപ്രകാശ് എത്തിയെന്ന് തോന്നുന്നു. വാ. പുള്ളിക്ക് നല്ല ടെൻഷനുണ്ട്. വരൂ. ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ? ഏയ് ഇല്ലില്ല. വാ, അതെയോ. വാ. ഹായ്, നമസ്കാരം. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ? അസുഖമായിട്ടിരിക്കുന്നു. എന്താ വരാത്തെ? അമ്മയ്ക്ക് നല്ല മുട്ടുവേദനയാ. മായച്ചത് കൊണ്ട് അമ്മയ്ക്ക് കൂട്ടിരിക്കാം. അവിടെ ആരെങ്കിലും വേണ്ടേ? പ്രിയേ, നീ ഒന്നും പേടിക്കണ്ട. ഡി കെയും ഞങ്ങളുടെ ഭർത്താക്കന്മാരും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ നീ അവനെ പേടിക്കണ്ട പ്രിയേ. അയാള് വരില്ല. അഥവാ വന്നാൽ തന്നെ എന്നെ കൊന്നിട്ട് അയാൾക്ക് ഈ നിശ്ചയം മുടക്കാൻ പറ്റും. ചിത്ര,